Hi friends, I am Binesh. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ വീഡിയോ ആണ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ ഏറ്റവും പുതിയ ബജറ്റ് ബ്രാൻഡ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഷവോമി റെഡ്മി 4A ആണ്. അതിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഹാൻഡ്സ് ഓൺ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് വരുന്നത് നോർമൽ ഷവോമി റെഡ്മി ഫോൺസ് വരുന്ന അതേ സെയിം പാക്കേജിൽ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഷവോമി 4A എന്നുള്ള ബാഡ്ജിങ് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ്സ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് വ്യൂവിലാണെങ്കിൽ റെഡ്മി 4A എന്നുള്ള മാർക്കിംഗ് ഉണ്ട്. ടോപ്പിൽ കൊടുത്തിരിക്കുന്ന 4A ഒരു ഷെയ്ഡഡ് കളറിലാണ് കാണുന്നത്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ സൈഡിലെല്ലാം റെഡ്മി 4A എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്, ഇന്ത്യയിൽ മെയ്ഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ബ്രാൻഡിങ് റെഡ്മി 4A. ഇറ്റ്സ് എ ഡ്യുവൽ സ്റ്റാൻഡ് ബൈ മോഡാണ്. VoLTE സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണിത്. ഈ ലോ ബഡ്ജറ്റിൽ VoLTE സപ്പോർട്ട് ചെയ്യുന്ന റെഡ്മിയുടെ ഒരു മികച്ച മോഡലാണിത്. അതിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 425 ക്വാഡ് കോർ പ്രോസറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 5 ഇഞ്ച് ദാറ്റ് മീൻസ് 12.6 സെൻറ്റിമീറ്റർ HD ഡിസ്പ്ലേ ആണ്. 13 മെഗാപിക്സൽ റിയർ ക്യാമറ, 5 MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്. അതുപോലെ 3030 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. റെഡ്മി 4A 2GB റാം, 16GB റോം ആണ് ഇതിലുള്ളത്. ഇറ്റ്സ് എ ഗോൾഡ് കളർ വേരിയൻറ്റ്. രണ്ട് കളർ വേരിയൻ്റാണ്, ഗോൾഡ് ആൻഡ് ഗ്രേ കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കേജിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 1 റെഡ്മി 4A യൂണിറ്റ്, 1 അഡാപ്റ്റർ, 1 USB 2.0 കേബിൾ, യൂസർ ഗൈഡ് ആൻഡ് വാറണ്ടി കാർഡ്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 5999 രൂപയാണ്. ആമസോണിലും mi.com-ലും ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യുന്ന ചെക്ക് ചെയ്യാം. പ്ലാസ്റ്റിക്സ് നമുക്ക് കട്ട് ചെയ്യാം. പ്ലാസ്റ്റിക് കവറിങ് റിമൂവിന് ശേഷം നമുക്ക് ഇപ്പോൾ 4A എന്നുള്ള ബാഡ്ജിങ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റെഡ്മി 4A സൈഡിലായിട്ട് മിയുടെ ലോഗോ ഉണ്ട്. രണ്ട് സൈഡിലും റെഡ്മി 4A ടോപ്പ് ആൻഡ് ബോട്ടം MI ടോപ്പ് വേണം. നമുക്ക് സീൽ, വാറണ്ടി സീൽ നമുക്ക് കട്ട് ചെയ്യാം. ലുക്ക് അറ്റ് ദിസ്. ഇതാണ് നമ്മുടെ ഷവോമി റെഡ്മി 3A ഗോൾഡ് വേരിയൻറ്റ് മോഡൽ. ഗോൾഡ് കളറാണ് വേരിയൻ്റ് ആണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വൈറ്റ് കളറിലാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പാനൽ മാത്രമാണ് ഗോൾഡ് കളറിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു യൂണിബോഡി ഡിസൈൻ. ഇത് നമുക്ക് നോൺ റിമൂവബിൾ ആയിട്ടുള്ള കവറാണ് തന്നിരിക്കുന്നത്. ബാക്കിലെ കവറിൽ മാത്രം ഗോൾഡ് കളർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് എ പോളികാർബണേറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലടിയിൽ 3 കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺസ് ഉണ്ട്. ബാക്ക്ലിറ്റ് ബട്ടൺ ഇല്ലാത്ത ടൈപ്പ് കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺ, പ്രിൻ്റ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺസ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, അതുപോലെ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് ടോപ്പിൽ 3mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ IR ബ്ലാസ്റ്റർ ഉണ്ട്. നോർമലി ഹയർ എൻഡ് മോഡൽസിൽ പോലും കാണാത്ത IR ബ്ലാസ്റ്റർ ഷവോമി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സിം എജക്റ്റർ ട്രേ ഉള്ളത്, സിം ട്രേ. ഇറ്റ്സ് എ ഹൈബ്രിഡ് സിം സ്ലോട്ടാണുള്ളത്. ബാക്ക് സൈഡിൽ നല്ലൊരു മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആസ് എ പോളികാർബൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഫോണാണെന്ന് നമ്മൾ പറയുക പോലുമല്ല, അത്രയ്ക്ക് ഫിനിഷ് തോന്നുന്ന രീതിയിലുള്ള മെറ്റാലിക് ഫിനിഷാണ് ഷവോമി കൊടുത്തിരിക്കുന്നത്. അതുപോലെ റിയർ എൻഡ് ക്യാമറ 13 MP ക്യാമറ ആൻഡ് സിംഗിൾ LED ഫ്ലാഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് LCD സ്ക്രീനാണുള്ളത്. നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബോക്സിൽ യൂഷ്വലി വരുന്ന വാറണ്ടി കാർഡ്, അതുപോലെ യൂസർ മാനുവൽസ്, നോർമൽ വരുന്ന ടൈപ്പ് യൂസർ മാനുവൽസ്, വാറണ്ടി കാർഡ് ഡീറ്റെയിൽസ് എല്ലാമാണ്. അതിൽ കീസിൻ്റെ അലൈൻമെൻറ്റ്സ്, അതുപോലെ വാറണ്ടി ഡീറ്റെയിൽസ്, കീസ് അലൈൻമെൻറ്റ്സ്, അതുപോലെ സിം
ട്രേ പൊസിഷനിങ്, സിം കാർഡ് ആൻഡ് മെമ്മറി കാർഡ് പൊസിഷനിങ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം അതിനകത്ത് ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. ഡ്യുവൽ സിം അല്ലെങ്കിൽ 1 SD കാർഡ് ആൻഡ് 1 മൈക്രോ സിം ഇതാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മൈക്രോ സിം, ഒരു നാനോ സിം കാർഡ്. പിന്നെ ബോക്സിൽ ഉള്ളത് ഒരു USB കേബിൾ ഉണ്ട്. USB ചാർജർ കം ഡേറ്റ കേബിളാണുള്ളത്. നോർമലി ഇപ്പോൾ വരുന്ന എല്ലാ ബോക്സിലും വരുന്ന ടൈപ്പ് USB ചാർജർ കം ഡേറ്റ കേബിൾ, മൈക്രോ USB കേബിളാണ്. USB ടു മൈക്രോ USB കേബിൾ. അതുപോലെ തന്നെ പിന്നെ ബോക്സിലുള്ളത് ഷൗമി നോർമൽ പവർ വാൾ അഡാപ്റ്ററാണ്. ഇറ്റ്സ് എ നോർമൽ പവർ അഡാപ്റ്ററാണ്. ക്വിക്ക് ചാർജ് ഓപ്ഷൻസ് ഒന്നും ഷൗമി ഇതിൽ തന്നിട്ടില്ല. ഈ ബജറ്റ് ബ്രാൻഡിങ്ങിൽ തരാവുന്നതിൻ്റെ മാക്സിമം ഒരു പവർ അഡാപ്റ്റർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന ടൈപ്പിലുള്ള അഡാപ്റ്റർ തന്നെ തന്നിരിക്കുന്നത്. സോ USB ടൈപ്പ് കണക്ട് ചെയ്യാവുന്ന USB ടൈപ്പ് കേബിൾ കണക്ട് ചെയ്യാവുന്ന ടൈപ്പ് അഡാപ്റ്ററാണിത്. അതുപോലെ ഇതിലൊരു സിം എജക്റ്റർ ടൂൾ, നമുക്ക് സിം കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള സിം കാർഡിൻ്റെ ട്രേ എജക്റ്റ് ചെയ്യാനുള്ള ഒരു സിം എജക്റ്റർ ടൂൾ. സോ അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. സിം കാർഡ് ഈ ടൂൾ യൂസ് ചെയ്ത്, ഇതാണ് ഇതിൻ്റെ സിം ട്രേ. ഇതിൽ 2 സ്ലോട്ട്സ് ആണുള്ളത്. ഒന്ന് മൈക്രോ സിം കാർഡ് ഇടാവുന്ന സ്ലോട്ട്സും മറ്റത് മൈക്രോ SD കാർഡ് അല്ലെങ്കിൽ നാനോ സിം കാർഡ് ഇടാവുന്ന സ്ലോട്ട്സും. ഇതിൽ ഒന്നുകിൽ 2 സിം കാർഡ്സ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മൈക്രോ SD കാർഡും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുള്ളൂ. ലെറ്റ്സ് ബൂട്ട് ദിസ്. നമുക്കൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. MI ലോഗോ ഓപ്പൺ ആയിട്ടുണ്ട്. ബൂട്ടപ്പ് ആവാൻ, ഫസ്റ്റ് ഇനിഷ്യൽ ബൂട്ടപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴേക്കും നമുക്കിതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്നും നോക്കാം. Redmi 4A ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. സ്നാപ്ഡ്രാഗൺ 425 ക്വാഡ് കോർ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2 GB റാം നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ 5" 720p LCD സ്ക്രീനാണ് നമുക്കിതിൽ കിട്ടുക. അതുപോലെ Adreno 308 GPU ആണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 16 GB ഇന്റർണൽ സ്റ്റോറേജ് അതിൽ ഔട്ട് ഓഫ് 8.51 GB നമുക്ക് യൂസറിന് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഹൈബ്രിഡ് സിം സ്ലോട്ട്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിയർ ക്യാമറ എന്ന് പറഞ്ഞാൽ 13 മെഗാപിക്സൽ റിയർ ക്യാമറ, അതുപോലെ ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലുള്ള ഫ്രണ്ട് ക്യാമറയാണ്, നമുക്ക് സെൽഫി ക്യാമറയാണ് ഇതിൽ ലഭിക്കുക. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3030 mAh ബാറ്ററിയാണ്. ഓൾമോസ്റ്റ് 24 hours ഒക്കെ കിട്ടുന്ന ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു IR ബ്ലാസ്റ്ററും നമുക്ക് ഇതിനകത്ത് ഷൗമി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ലോ ബജറ്റ് ഫോണിൽ IR ബ്ലാസ്റ്റർ കൂടി ഷൗമി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് റിമോട്ട്, നമ്മുടെ അപ്ലയൻസസിനെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. MIUI 8 വേർഷനാണ് ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആദ്യമേ ഇംഗ്ലീഷ് ഇന്ത്യൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ദെൻ ചൂസ് യുവർ റീജിയൻ. റീജിയൻസ് ഏതാണെന്ന് കൊടുത്തിരിക്കുന്ന റീജിയനിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ചൂസ് കീബോർഡാണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ഗൂഗിൾ കീബോർഡ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക. അതിൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ അത് സ്കിപ്പ് ചെയ്യുക. നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്ന് കൊടുക്കുക. ദെൻ യുവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. സോ അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യുക. ദെൻ സിം കാർഡ്, നോ സിം കാർഡ് പ്രസന്റ് എന്നാണ് കാണിക്കുന്നത്. സോ അത് സ്കിപ്പ് ചെയ്യുക, സ്പേസ് സ്കിപ്പ് ചെയ്യുക. അതിനടുത്തതിൽ ഗൂഗിൾ അക്കൗണ്ട്, നിങ്ങൾക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. ദെൻ ലേറ്റർ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ അഡീഷണൽ സെറ്റിംഗ്സ്, അഡീഷണൽ സെൻസേഴ്സിൻ്റെയും പെർമിഷൻസിൻ്റെ ഒക്കെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. സോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. ജസ്റ്റ് എഗ്രി. ദെൻ ഇനിഷ്യൽ സെറ്റപ്സ് ആണത്. നോട്ട് നൗ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തീം സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് പ്രീലോഡഡ് തീംസ് കുറേ ഉണ്ട്. അതിൽ നമുക്ക് ഒരു തീം സെലക്ട് ചെയ്യുക. നമുക്കത് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്യാൻ കാണാൻ പറ്റും, പ്രിവ്യൂ ചെയ്ത് കാണാൻ പറ്റും. സോ ആ തീംസ് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്
നമുക്കിതിൽ തന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് 6.0.1 മാഷ്മെല്ലോ ബേസ്ഡ് MIUI 8.1 ആണ് നമുക്ക് ഷോമി മോഡലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് എ യൂണിബോഡി ഡിസൈൻ ആണ്. ഇതിന് മുമ്പ് ഇറങ്ങിയ മോഡൽ റെഡ്മി 3S കാണുന്ന പോലെ മെറ്റൽ യൂണിബോഡി ഡിസൈൻ അല്ല, ഇറ്റ്സ് എ പോളികാർബണേറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന യൂണിബോഡി ഡിസൈൻ, നോൺ റിമൂവബിൾ ബാറ്ററി ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ 5-inch LCD സ്ക്രീൻ, റിയർ ക്യാമറ 13 മെഗാപിക്സൽ റിയർ ക്യാമറ, f2.2 അപ്പർച്ചറുള്ള 13 മെഗാപിക്സൽ റിയർ ക്യാമറ, 5 MP ഫ്രണ്ട് ക്യാമറ എന്നിവയാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ 5,999 ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഷോമി നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈക്ക് ഫീച്ചേഴ്സ് IR ബ്ലാസ്റ്റർ, അതൊക്കെ ഹൈ എൻഡ് ഫോണിൽ പോലും കാണാൻ കഴിയാത്ത ഫീച്ചേഴ്സാണ്. ബട്ട് ഷോമി ഈ ഒരു ബഡ്ജറ്റ് ഫോണിൽ, അവരുടെ ഈ ഒരു ബഡ്ജറ്റ് ഫോണിൽ അത്രയുമൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇനിഷ്യൽ ബൂട്ടപ്പിൽ കുറച്ച് താമസം എടുക്കും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ഇതിന് പുറകിൽ MIയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ മെറ്റാലിക് ഫിനിഷാണ് ഇതിൻ്റെ ബാക്ക് പാനലിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു മെറ്റാലിക് ഫോണാണെന്ന് തോന്നുന്ന രീതിയിലുള്ള മെറ്റാലിക് ഫിനിഷ്. അതുപോലെ 5-inch നല്ല ഫുൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ, ഫുൾ HD സ്ക്രീൻ തന്നെയാണ് നമുക്കിതിൽ ഷോമി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസിക് ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. നല്ലൊരു നമുക്കൊരു ചീപ്പ് മൊബൈലിൽ നിന്ന് തോന്നാത്ത രീതിയിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷ് ആൻഡ് കട്ട്സ് ആണ് ഷോമി തന്നിരിക്കുന്നത്. ഷോമി ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ ഇതിലും നല്ലൊരു ഫോൺ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, IR ബ്ലാസ്റ്റർ നമുക്ക് ഷോമി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ഫുള്ളി ലോഡഡ് ഫീച്ചേഴ്സ് ആയി ലഭിക്കുന്ന മികച്ചൊരു ഫോൺ തന്നെയാണ് ഷോമി റെഡ്മി 4A എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനിഷ്യൽ സെറ്റപ്പിന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇത് ഇനിഷ്യൽ ബൂട്ടപ്പ് ആയിട്ടുണ്ട്. ഇതിൽ ബേസിക് പ്രീലോഡഡ് ആപ്സ് ലൈക്ക് ഗാലറി, ഫയൽസ്, IR റിമോട്ട്സ്, മ്യൂസിക് ആപ്സ്, റിമോട്ട് ആപ്പ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രീലോഡഡ് ആപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഫ്ലിപ്കാർട്ട്, ആമസോൺ കിൻഡിൽ തുടങ്ങിയ പ്രീലോഡഡ് ആപ്സ് ഉണ്ട് നമുക്കത്. അതുപോലെ തന്നെ നമുക്ക് സെറ്റിങ്സ് നോക്കാം. എബൌട്ട് ഫോൺ നമുക്കൊന്ന് നോക്കാം. എബൌട്ട് ഫോണിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. അതിൽ തന്നിരിക്കുന്നത് റെഡ്മി മോഡൽ നമ്പർ റെഡ്മി 4A, ആൻഡ്രോയിഡ് വെർഷൻ 6.0.1 മാഷ്മെല്ലോ ബേസ്ഡ് ഫോണാണിത്. ഇതിൽ MIUI വേർഷൻ 8.1 സ്റ്റേബിൾ വേർഷനാണ്. CPU ഇറ്റ്സ് എ ക്വാഡ് കോർ CPU, 1.4 GHz ക്വാഡ് കോർ CPU, റാം എന്ന് പറഞ്ഞ് 2 GB റാംസ് ആണ് നമുക്കിതിൽ കിട്ടുക. ഇന്റേണൽ മെമ്മറി 16 GB ആണ്. അതിൽ 8.51 GB നമുക്ക് യൂസർ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കി പ്രീലോഡഡ് ആപ്സ് ആൻഡ് OS ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 8.51 നമുക്ക് യൂസറിന് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഷോമി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷോമി ഇതിൽ ഓൾമോസ്റ്റ് ഓൾ ദ ലേറ്റസ്റ്റ് സെൻസേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോമി ഇതിൽ ആപ്പ് ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം ആപ്പ് ലോക്ക് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ പാറ്റേൺസ് എന്തെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ഡ്യുവൽ ആപ്സ് ഓപ്ഷൻ തരുന്നുണ്ട് നമുക്ക് ഷോമി ഇതിൽ. നമുക്ക് ഈ ഒരു ലോ ബഡ്ജറ്റ് ഫോണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതിലും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഷോമി ഇതിൽ തരുന്നുണ്ട്. ഷോമി ഡ്രോബോക്സിൽ കോമൺ കീസ് ലൈക്ക് വൈഫൈ, ടോർച്ച്, ബ്ലൂടൂത്ത്, ബ്രൈറ്റ്നസ് കൺട്രോൾ, ഓട്ടോ ബ്രൈറ്റ്നസ് കൺട്രോൾ, എല്ലാ കോമൺ ഫീച്ചേഴ്സും എല്ലാം ഷോമി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രൈറ്റ്നസ് കൺട്രോൾ നമുക്കിതിൽ ഷോമി
കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഷവോമി ഇതിൽ നിങ്ങൾക്ക് പരിചിതമായ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിൻ്റെ ഡ്രോ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ നെസസറി ആപ്സ് എല്ലാം ഷവോമി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഫോൺ തന്നെയാണ് ഷവോമി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇത്ര ഫീച്ചർ പാക്ഡ് ആയിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഫോൺ തന്നെയാണ് ഷവോമി നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. ക്യാമറ ലോ ലൈറ്റ് കണ്ടീഷൻസിലാണെങ്കിലും നല്ല ക്ലാരിറ്റിയുള്ള നല്ല വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിത് അതിൻ്റെ സൂമിങ് ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം. നമുക്കതിൻ്റെ സൂമിങ് ഒന്ന് നോക്കാം, സൂം ചെയ്ത് നോക്കാം. നല്ല ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സ് തന്നെയാണ് നമുക്കിതിൻ്റെ ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ പോലും ഷവോമി ക്യാമറയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല ക്യാമറ തന്നെയാണ് നമുക്ക് ഷവോമി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു ഹെവി ആൻഡ് ഗെയിം യൂസർ ഒന്നുമല്ല, ഹെവി ആൻഡ് ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ട് ബേസിക് 4G ഫീച്ചേഴ്സ് ആൻഡ് മൊബൈൽ യൂസേജ് മാത്രമുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഗുഡ് മോഡലാണ് ഷവോമിയുടെ ഈ പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു മോഡൽ. ഗുഡ് 4G മോഡൽ വിത്ത് VoLT സപ്പോർട്ട്. നമുക്ക് ജിയോ സിം യൂസ് ചെയ്ത് VoLT സപ്പോർട്ട് കിട്ടുന്ന ഈ ബജറ്റിലുള്ള മികച്ചൊരു ഫോണാണ് നമുക്ക് ഷവോമിയുടെ Redmi 4A എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഓക്കെ വ്യൂവേഴ്സ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബ് ചാനലിലുള്ള. നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് കമൻറ്റ്സ് ആയിട്ടും നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും ന്യൂസസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ താങ്ക് യു അഗെയിൻ.